നമുക്കൊന്ന് ചെറുതായിട്ടൊരു മാങ്ങാക്കറി വെച്ചാലോ. മാങ്ങ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊരു ചെറിയ ഒരു ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിൽ ഇടാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഇതിന് ശകലം താളി ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഞെരടാം. മാങ്ങായും ഉള്ളി, പച്ചമുളക്, ഞാൻ കാന്താരി ചേർത്തിരിക്കുന്നത്, എന്താ വേണമെങ്കിലും ചേർക്കാം. അത് ഞെരടിയെല്ലാം യോജിപ്പിച്ച് ഒരു ഞെരടിയെല്ലാം റെഡിയാക്കി വെച്ച് എന്നിട്ടത് അടപ്പേ വെച്ച് നമുക്ക് ചെറു തീയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ചെറുതീന്ന് വഴറ്റാം. ചെറുതായിട്ടൊന്ന് കമത്തി അടച്ചടിച്ച് നമുക്കൊന്ന് ആവി കയറ്റാം. ചെറു തീയിൽ വേണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, വെള്ളമില്ലല്ലോ. മാങ്ങാക്കറിക്ക് ആവശ്യമായ തേങ്ങ അരച്ചുകൊണ്ട് വന്ന് ഇനി ഇതിൻ്റെ പാലെടുക്കുക. പാലിൽ തേങ്ങ ചേർക്കേണ്ട, പാലിൽ വെച്ചെടുക്കുക. നമുക്കതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. രണ്ടാം പാലൊഴിച്ച് അതൊന്ന് റെഡിയാവട്ടെ. ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. തിളയ്ക്കുന്നു. ഇനി നമുക്ക് ഒന്നാം പാലൊഴിക്കാം. ഒന്നാം പാലൊഴിച്ചാൽ പിന്നെ തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. നല്ല കൊഴുപ്പുണ്ട്. ആറുമ്പോഴത്തേക്ക് ഇതിലും കട്ടിയാവും. നമുക്ക് ഇച്ചിരി കടുക് താളിച്ചൊഴിക്കാം. എണ്ണ ചൂടായി, കടുകിടാം. ഉള്ളിയിടാം. കറിവേപ്പിലയിടാം. എൻ്റെ കടുക് താളിച്ച് അതിലൊഴിച്ച് നല്ല കട്ടിക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. മാങ്ങായും ഉള്ളിയും കൂടെ ഞാൻ കാണിച്ചല്ലോ വേവിച്ച്. എല്ലാം റെഡിയായി. നല്ല ടേസ്റ്റാണ്. നല്ല കൊഴുത്തിരിക്കുന്നുണ്ടോ. തേങ്ങാപ്പാൽ മാത്രം, തേങ്ങ അരച്ചിട്ടില്ല.